നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ PMLA നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള പ്രാരംഭ നടപടിയാണ് എക്സാലോജി കമ്പനി ഉൾപ്പെട്ട SFIO കേസിൽ ED രജിസ്റ്റർ ചെയ്ത ECIR, അതായത് എൻഫോഴ്സ്മെൻറ്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ EDയുടെ ആഭ്യന്തര രേഖയാണ് ECIR. ഇത് കോടതിയിൽ സമർപ്പിക്കേണ്ടതില്ലാത്തതിനാൽ എതിർകക്ഷികൾക്ക് പകർപ്പ് ലഭിക്കില്ല. കേസിലെ പ്രാഥമിക വിവരങ്ങൾ അടങ്ങുന്ന രഹസ്യരേഖയായി സൂക്ഷിക്കുന്നതിനാൽ വിവരാവകാശത്തിൻ്റെ പരിധിയിലും വരില്ല. ECIR രജിസ്റ്റർ ചെയ്തിട്ട് മാത്രമേ കള്ളപ്പണ കേസിൽ ഉൾപ്പെട്ടവരെന്ന് സംശയിക്കുന്നവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ കഴിയൂ. ലഭ്യമായ പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ECIR രജിസ്റ്റർ ചെയ്താലും വേണ്ടത്ര തെളിവുകൾ ലഭിച്ചാൽ മാത്രമേ ED അറസ്റ്റിലേക്കും PMLA കേസിലേക്കും കടക്കൂ. മറ്റേതെങ്കിലും ഏജൻസി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്ന കുറ്റകൃത്യങ്ങളുടെ കൂട്ടത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ കുറ്റവും വെളിപ്പെടുന്ന ഘട്ടത്തിലാണ് ECIR രജിസ്റ്റർ ചെയ്ത് EDയും അന്വേഷണത്തിൽ പങ്കാളികളാവുന്നത്. ഇങ്ങനെയല്ലാതെ ഒരു കേസിലും ECIR സ്വന്തം നിലയിൽ നിലനിൽക്കില്ല. നയതന്ത്ര പാഴ്സൽ സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസ് രജിസ്റ്റർ ചെയ്ത ഒക്കറൻസ് റിപ്പോർട്ടിൻ്റെയും സംഭവ വിവര റിപ്പോർട്ട്, കരുവന്നൂർ സഹകരണ ബാങ്ക് വായ്പ തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത പ്രഥമ വിവര റിപ്പോർട്ടിൻ്റെയും അടിസ്ഥാനത്തിലാണ് ED ECIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്.